നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. നാരായണ. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയം വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ
താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ഒന്നര ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ തിരുവനന്തപുരം നഗരത്ത് ആറ്റുകാൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാവിലെ 9:45 10 മണിയോട് കൂടിയിട്ടാണ് തോന്നും അതിൻ്റെ ആരംഭം. എന്തായാലും എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവരവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ടും ആ സങ്കല്പം ചെയ്തുകൊണ്ട് ഇവിടുന്ന് തന്നെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അല്ലേ കലശം വെച്ച് അതിൽ നമ്മുടെ കർമ്മവാസനകളാകുന്ന ധാന്യങ്ങളിട്ട് ഭക്തിയാകുന്ന വെള്ളമൊഴിച്ച് നമ്മുടെ ഇതുവരയ്ക്കുള്ള കർമ്മങ്ങളുടെ ഇന്ധനം കൊണ്ട് കത്തിച്ച് നിറഞ്ഞ ആനന്ദമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കാമെന്ന് പറയാം. മനസ്സുകൊണ്ടും പൊങ്കാല സമർപ്പിക്കാം. അവിടെ ഇരുന്നു കൊണ്ട്. അവിടെ സ്ത്രീകൾക്ക് മാത്രമല്ലേ അവകാശമുള്ളൂ. നമുക്ക് ആർക്കും, പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇരുന്നിടന്ന് എവിടെ ഇരിക്കണോ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവതിക്ക് നമ്മുടെ ഹൃദയത്തിൽ പൊങ്കാല സമർപ്പിക്കാം. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണ. നമുക്ക് ഭാഗവതത്തിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 43-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടി കുവലയാപീഠം എന്ന ആനയെ വധിച്ച കഥ അതിലാദ്യ ഭാഗം കണ്ടു. അതിനുശേഷം രണ്ടുപേരും കൂടി മല്ലരംഗത്തേക്ക് പ്രവേശിക്കുന്നതും മല്ലരംഗത്ത് നടക്കുന്ന സംഭവങ്ങളുമാണ് അധ്യായത്തിലെ വിഷയം. നമുക്ക് വായിക്കാം, എന്നിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 43തമോऽധ്യായഃ. ശ്രീശുക ഉവാച അധ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ മല്ലദുന്ദുഭിനിർഘോഷം ശ്രുത്വാ ദ്രഷ്ടും ഉപേയതുഃ. രംഗദ്വാരം സമാസാദ്യ തസ്മിന്നാഗമവസ്ഥിതം അപശ്യത് കുവലയാപീഠം കൃഷ്ണോऽംബഷ്ടഃ പ്രചോദിതം. ബദ്ധ്വാ പരികരം ശൗരിഃ സമുഹ്യ കുടിലാളകാൻ ഉവാച ഹസ്തിപം വാചാമേഘനാദഗഭീരയാ. അംബഷ്ടാംബഷ്ഠ മാർഗം നൗ ദേഹി അപക്രമമാചിരം നോ ചേത് സകുഞ്ചരം ത്വാദ്യ മയാമി യമസാദനം. ഏവം നിർഭത്സിതോംബഷ്ടഃ കുപിതഃ കോപിതം ഗജം ചോദയാമാസ കൃഷ്ണായ കാലാന്തകയമോപമം. കരീന്ദ്രസ്തമഭിദ്രുത്യ കരേണ തരസാഗ്രഹീത കരാദ്വികളിത സോമം നിഹത്യാംഘ്രിഷ്വലീയത. സംക്രുദ്ധസ്തം അചക്ഷാണോ ഘ്രാണദൃഷ്ടിഃ സ കേശവം പരാമൃശത് പുഷ്കരേണ സ പ്രസഹ്യ വിനിർഗതഃ. പുച്ഛേ പ്രഗൃഹ്യാതിബലം ധനുഷഃ പഞ്ചവിംശതിം വിചകർഷ യഥാ നാഗം സുപർണഃ ഇവ ലീലയാ. സ പര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുതഃ ബഭ്രാമ ഭ്രാമ്യമാണേന ഗോവത്സേനേവ ബാലകഃ. തതോ വിമുഖമഭ്യേത്യ പാണിനാ ഹത്യവാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാനഃ പദേ പദേ. സ ധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോത്തിതഃ തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനക്ഷിതിം. സ്വവിക്രമേ പ്രതിഹതേ കുഞ്ചരേന്ദ്രോ അത്യമർഷിതഃ ചോദ്യമാനോ മഹാമാത്രൈഃ കൃഷ്ണം അഭ്യദ്രവദൃശാ. തമാപദന്തമാസാദ്യ ഭഗവാൻ മധുസൂദനഃ നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ. പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്രൈവ ലീലയാ ദന്തമുത്പാട്യ തേനേഭം ഹസ്തിപാംശ്ചാഹനദ്ധരിഃ. മൃതകം ദിപമുത്സൃജ്യ ദന്തപാണിഃ സമാവിശത് അംസന്യസ്തവിഷാണോ ശൃംമതബിന്ദുഭിരംഗിതഃ. വിരൂഢസ്വേദകണികാവദനാംബുരുഹോ ബഭൗ വൃതൗ ഗോപൈ കതിപയൈർബലദേവ ജനാർദ്ദനൗ. രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ. മല്ലാനാം അശനിഃ നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. ഗോപാനാം സ്വജനോ അസദാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോഃ ശിശുഃ. മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം. വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹതം കുവലയാപീഠം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്വപി തദാ വൃഷമുദ്വിവിജേ നൃപ. തൗ രേജദൂരംഗഗദൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ. യഥാ നടൗ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. നിരീക്ഷ്യതൗ ഉത്തമപൂരുഷൗ ജനാഃ മഞ്ജസ്ഥിതാ നാഗരരാഷ്ട്രകാ നൃപ. പ്രഹർഷവേഗോത്കലിതേ ക്ഷണാനനാഃ പപുർന തൃപ്താ നയനൈസ്തദാനനം. പിബന്ധൈവ ചക്ഷുർഭ്യാം ലിഹന്ധൈവ ജിഹ്വയാ ജിഘ്രന്ധൈവ നാസാഭ്യാം ശ്ലിഷ്യന്ധൈവ ബാഹുഭിഃ.
ഊചുഃ പരസ്പരം തേ വൈ യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യപ്രാഗൽഭ്യസ്മരിതാ ഇവ. ഏതൗ ഭഗവതഃ സാക്ഷാത് ഹരേർനാരായണസ്യ ഹി അവതീർണൗ ഇഹാംശേന വസുദേവസ്യ വേശ്മനി. യശ വൈ കില ദേവക്യാം ജാതോ നീതശ്ച ഗോകുലം കാലമേതം വസൻ ഗൂഢോ വവൃധേ നന്ദവേശ്മനി. പൂതനാനേന നീതാന്തം ചക്രവാദശ്ച ദാനവഃ അർജുനൗ ഗുഹ്യകക്കേശീ ധേനുഗോന്യേ ച തദ്വിദാഃ. ഗാവഃ സപാലായേതേന ദാവാഗ്നേഃ പരിമോചിതാഃ. കാളിയോ ദമിതഃ സർപ്പഃ ഇന്ദ്രശ്ച വിമതഃ കൃതഃ. സപ്താഹം ഏകഹസ്തേന ധൃതോ അദ്രിപ്രവരോ മുനാ വർഷവാദാശനിഭ്യശ്ച പരിത്രാദം ച ഗോകുലം. ഗോപ്യോസ്യ നിത്യമുദിത ഹസിത പ്രേക്ഷണം മുഖം പശ്യന്ത്യോ വിവിധാൻ താപാൻ തരന്തി സ്മാശ്രമം മുദാ. വദന്ത്യനേന വംശോയം യതോഃ സുബഹുവിശ്രുതഃ ശ്രിയം യശോ മഹത്വം ച ലപ്സ്യത്തെ പരിരക്ഷിതഃ. അയം ചാസ്യഗ്രജഃ ശ്രീമാൻ രാമകമലലോചനഃ പ്രലംബോ നിഹതോ യേന വത്സകോ യേ ഭഗാദയഃ. ജനേഷ്വേവം ബ്രുവാണേഷു തൂര്യേഷു നിനദൽസു ച കൃഷ്ണരാമൗ സമാഭാഷ്യ ചാണൂരൗ വാക്യമബ്രവീത്. ഹേ നന്ദസൂനോ ഹേ രാമ ഭവന്തൗ വീരസമ്മതൗ നിയുദ്ധകുശലൗ ശ്രുത്വാ രാജ്ഞാഹൂതൗ ദിദൃക്ഷുണാ. പ്രിയം രാജ്ഞഃ പ്രകുർവന്ത്യഃ ശ്രേയോ വിന്ദന്തി വൈ പ്രജാഃ മനസാ കർമ്മണാ വാചാ വിപരീതമതോന്യഥാ. നിത്യം പ്രമുദിതാ ഗോപാ വത്സപാലാ യഥാ സ്ഫുടം വനേഷു മല്ലയുദ്ധേന ക്രീഡന്തശ്ചാരയന്തി ഗാഃ. തസ്മാദ് രാജ്ഞഃ പ്രിയം യൂയം വയം ച കരവാമഹേ ഭൂതാനി നഃ പ്രസീദന്തി സർവഭൂതമയോ നൃപഃ. തന്നിശമ്യാബ്രവീത് കൃഷ്ണോ ദേശകാലോചിതം വചഃ നിയുദ്ധം ആത്മനോഭീഷ്ടം മന്യമാനോഭിനന്ദ്യ ച. പ്രജാഭോജപതേരസ്യ വയം ചാപി വനേചരാഃ കരവാമ പ്രിയം നിത്യം തന്നഃ പരം അനുഗ്രഹഃ. ബാലാ വയം തുല്യബലൈഃ ക്രീഡിഷ്യാമോ യഥോചിതം ഭവേന്നിയുദ്ധം മാ ധർമ്മഃ സ്പൃശേന്മല്ലഃ സഭാസദഃ. ചാണൂര ഉവാച ന ബാലോ ന കിശോരസ്ത്വം ബലശ്ച ബലിനാംബരഃ ലീലയേ ഭോ ഹതോ യേന സഹസ്രദ്വിപസത്വഭൃത്. തസ്മാദ് ഭവദ്ഭ്യാം ബലിഭിഃ യോദ്ധവ്യം നാനയോത്ര വൈ മയി വിക്രമവാർഷ്ണേയാ ബലേന സഹ മുഷ്ടികഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കുവലയാ പീഡവധോ നാമ 43-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, ആറ്റുകാൽ പൊങ്കാലാശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭഗവാന്റെ മധുരാപുരിയിലെ ലീലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്തതൊക്കെ വിസ്തരിച്ച് കണ്ടു. അതിൽ അവസാനമാണ് ധനുർയാഗത്തിന് വെച്ചിരുന്ന വില്ല് ഭഞ്ജിക്കുന്നതായിട്ടുള്ള ലീല.
അതിനുശേഷമുള്ള ഭഗവാന്റെ ലീല ഈ അധ്യായത്തിലാണ്. കുവലയാപീഠവധം. അപ്പോൾ അതും ഇന്നലെ നമ്മൾ ഇന്നലെയല്ല മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ വിസ്തരിച്ച് 15 ശ്ലോകങ്ങളെ കൊണ്ട് കണ്ടു. കംസൻ മല്ലയുദ്ധത്തിലൂടെ രാമകൃഷ്ണന്മാരെ വധിക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ മല്ലരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ആന എന്ന് സൂചിപ്പിക്കുന്ന പേരോടുകൂടിയ കുവലയാപീഠം, കുവലയത്തിന് അഥവാ ഭൂമണ്ഡലത്തിന് ആ പീഠം, അലങ്കാരം. അപ്പം അങ്ങനെയുള്ള ഒരു ആനയെ പ്രകോപിപ്പിച്ച് ചട്ടം കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. കൃഷ്ണൻ വരുന്ന സമയത്ത് ഗോപുരദ്വാരത്തിൽ, രംഗദ്വാരത്തിൽ വെച്ച് തടയാനും വധിക്കാനുമായിട്ട്. വഴിയിൽ നിന്ന ആ ആനയെ മാറ്റാനായിക്കൊണ്ട് ഭഗവാൻ അമ്പഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാർഗം തരാനായിക്കൊണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അമ്പഷ്ടന് ഒട്ടും അത് രസിച്ചില്ല. കാരണം ഭഗവാൻ ഇത്തിരി പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. മര്യാദയ്ക്ക് വഴി തന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഭഗവാൻ ഭയപ്പെടുത്തിയിരുന്നു. നിന്നെയും നിന്റെ കുഞ്ചരത്തെയും യമസാധനത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിന്ദിച്ച, അപമാനിച്ച സമയത്ത് അമ്പഷ്ടൻ കോപിച്ചു, ഗജത്തെ പ്രേരിപ്പിച്ചു. കാലാന്തക യമോപമം ഗജം, അതിനെ ആ ഭഗവാന്റെ നേർക്ക് ഭഗവാനെ വധിക്കാനായിക്കൊണ്ട് പ്രേരിപ്പിച്ചു. ആ ഭഗവാൻ കുറച്ച് കളിച്ചു ആനയുടെ കൂടെ എന്നുള്ളത് നമ്മൾ ഇന്നലെ വിസ്തരിച്ച് കണ്ടു. പിടിക്കാൻ ശ്രമിച്ചപ്പോൾ തുമ്പിക്കൈയിൽ നിന്ന് വഴുതിപ്പോയി. ഭഗവാൻ അതിനെ അടിച്ചിട്ട് കാലിൻ്റെ ഇടയിൽ പോയി നിന്നു. അത് പിന്നീട് മണത്തറിഞ്ഞു. തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ ചെന്നപ്പോൾ വീണ്ടും ഭഗവാൻ അവിടുന്ന് ഓടി. തൊട്ടില്ല എന്ന പോലെ തൻ്റെ പുറകെ, തൻ്റെ പാദത്തിൽ സ്പർശിക്കും പോലെ ആന പിന്നാലെ ഓടി വന്നുകൊണ്ടിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരിഞ്ഞു നിന്ന് ആനയുടെ വാലിൽ പിടിച്ചുകൊണ്ട് അതിനെ കുറെ വലിച്ചഴച്ചു എന്നും പിന്നീട് നേരിൽ നിന്നുകൊണ്ട് അതിൻ്റെ മസ്തകത്തിൽ അടിച്ചു. ആ സമയത്ത് ആന കുത്താനായിക്കൊണ്ട് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് ഒഴിഞ്ഞു മാറുകയും ആനയുടെ ഭൂമിയിൽ കുത്തുകയും ചെയ്തതായിട്ടുള്ള സമയത്ത് ഭഗവാൻ ആനയുടെ മസ്തകത്തിൽ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കൊമ്പ് ഊരിയെടുത്തു. ആ കൊമ്പ് കൊണ്ട് ആനയെ അടിച്ച് വധിച്ചു. ആ കൊമ്പും പിടിച്ചുകൊണ്ട് ഭഗവാൻ ചോരയിട്ടിട്ട് വീഴുന്ന കൊമ്പും കൊണ്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന രംഗമാണ് വർണ്ണിച്ച് അവസാനം. മൃതകം ദിപമുത്സൃജ്യ ദന്തപാണി സമാവിശത്ത് അംസന്യസ്ത വിഷാണോ ശൃംഗ് മദബിന്ദുബിരംഗിത വിരൂഢ ശ്വേതകണികാ വദനാംബുരുഹോ ബഭൗ. ആ മരിച്ചതായിട്ടുള്ള ദ്വീപത്തെ അഥവാ ആനയെ ഉപേക്ഷിച്ച് ദന്തപാണിയായിട്ട്, ആനയുടെ ദന്തം വലിയ കൊമ്പ് തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് സമാവിശത് പ്രവേശിച്ചു. അംസന്യസ്ത വിഷാണ, വിഷാണം കൊമ്പ് തന്നെയാണ്, അത് അംസന്യസ്തം തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് എന്ന്. അസൃങ്മതബിന്ദുബിരംഗിത, ചോരയും ആനയുടെ മതജലവും കൊണ്ട് ഭഗവാന്റെ ശരീരം അടയാളപ്പെടുത്തപ്പെട്ടിരുന്നു. ആനയോടാണ് യുദ്ധം ചെയ്തു വരുന്നത് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടുള്ള ലക്ഷണങ്ങൾ. വിരൂഢ ശ്വേതകണികാ വദനാംബുരുഹോ ബഭൗ. ശ്വേതകണികകൾ വിശേഷണ രൂഢമായിട്ട് ഭഗവാന്റെ മുഖകമലത്തിൽ പ്രകാശിച്ചു. അങ്ങനെ ആ പ്രകാശിക്കുന്ന വിയർപ്പ് കൊണ്ടും ശോഭിക്കുന്നതായിട്ടുള്ള മുഖകമലത്തോടുകൂടി ഇറങ്ങി വരുന്നതായിട്ടുള്ള ആ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലേ എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കുന്ന, ദുഷ്ടന്മാർക്ക് ഭയം ജനിപ്പിക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് മല്ലരംഗത്തേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നതിനെ വിസ്തരിക്കുകയാണ്. 16-ാം ശ്ലോകം മുതൽ നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്രീശുക ഉവാച വൃതൗ ഗോപൈ കതിപയൈഃ ബലദേവ ജനാർദ്ദനൗ രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ. വൃതൗ ഗോപൈഃ കതിപയൈഃ ബലദേവ ജനാർദ്ദനൗ രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ. അപ്പോ ഭഗവാൻ അവിടുന്ന് ഇറങ്ങി കതിപയൈഃ ഗോപൈഃ വൃതൗ ബലദേവ ജനാർദ്ദനൗ. ബലദേവ ജനാർദ്ദനൗ, ബലദേവശ്ച ജനാർദ്ദനശ്ച, ബലദേവനും ജനാർദ്ദനനും. ബലം നല്ലതുപോലെ പ്രകാശിക്കുന്നവൻ ബലദേവൻ, ജനാർദ്ദനൻ ദുഷ്ടജനങ്ങളെ പീഡിപ്പിക്കുന്നവനെന്നും അർത്ഥം. അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ, സജ്ജനങ്ങൾക്ക് അഭയം കൊടുക്കുന്നവൻ, ദുഷ്ടജനങ്ങളെ അർദ്ധിക്കുന്നവൻ. ജനാൻ അർദ്ധയതീതി ജനാർദ്ദന. അപ്പോ ഭഗവാന്റെ ഈ പോക്ക് അതിനു വേണ്ടിയിട്ടാണ്, ദുഷ്ടജനങ്ങളെ അർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ആരാണ്? കംസനും പ്രലംബ ബഗചാണൂരാദി ദുഷ്ടജനങ്ങളും. കംസന്റെ പക്ഷപാതികളായിട്ടുള്ള എല്ലാ ദുഷ്ടന്മാരെയും നിഗ്രഹിക്കാനായിക്കൊണ്ടാണ് ഭഗവാന്റെ പോക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനാർദ്ദനൻ എന്നുള്ള പേര് വളരെ ഉചിതമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ ബലദേവ ജനാർദ്ദനൗ കതിപയൈഃ ഗോപൈഃ വൃതൗ. കതിപയൈഃ എന്ന് പറഞ്ഞാൽ ഏതാനും, അവിടുന്ന് ഗോകുലത്തിൽ നിന്ന് വന്ന ഗോപന്മാരല്ലേ ഉണ്ടാവുള്ളൂ. അതിലും കൃഷ്ണരാമന്മാരുടെ കൂട്ടുകാരായിട്ടുള്ളവർ. മറ്റേത് നന്ദന്റെ കൂടെ കുറെ പേര് മുതിർന്നവർ പോയിട്ടുണ്ട്. മുതിർന്നവരൊക്കെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മല്ലരംഗത്ത്. ഇവിടെ കൃഷ്ണന്റെ രാമന്റെയും കൂടെയുള്ളത് കുറച്ച് കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരാണ്. അവരാൽ സേവിക്കപ്പെട്ടവനായിക്കൊണ്ട്, ചുറ്റപ്പെട്ടവനായിക്കൊണ്ട് ഗജദന്തവരായുധൗ, ഗജദന്തം വരമായ ആയുധങ്ങളോടുകൂടിയ രണ്ടുപേർ. അപ്പൊ രണ്ടുപേരുടെയിലും ഗജദന്തം ആയുധമായി എന്ന് പറഞ്ഞാലോ, അപ്പൊ താൻ ഒരു കൊമ്പ് പുഴക്കി തോളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ നിരായുധനായിട്ട് വേണ്ട, ഏട്ടന്റെ കയ്യിൽ ഇരിക്കട്ടെ ഒരു ആയുധം എന്ന് പറഞ്ഞ് മറ്റേ കൊമ്പിനെയും പുഴക്കി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുവലയാപീഠത്തിന്റെ രണ്ടാമത്തെ കൊമ്പിനെയും ബലരാമസ്വാമി പുഴക്കി തന്റെ തോളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാളുടെ കയ്യിലും ചോര ഇറ്റിറ്റ് വീഴുന്ന വലിയ ആനക്കൊമ്പുകൾ. ഇത് അവരുടെ ആ പരാക്രമത്തെ, ശൗര്യത്തെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഒരു രൂപമാണ്, ഒരു സൂചനയാണ് എന്നർത്ഥം. അപ്പൊ ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന ഭാവം, അതാണ് ജനാർദ്ദനൗ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ ഗജദന്തവരായുധൗ, ഗജദന്തം വരമായ ആയുധമാക്കിയിട്ടുള്ളവർ. ആകെ അതേ ഉള്ളൂ അവരുടെ കയ്യിൽ ആയുധം. വേറെ ആയുധങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എടുക്കാറില്ല. പശുവിനെ മേച്ച് നടന്നിരുന്നവരാണ്. എന്തായാലും ഗജദന്തവരായുധൗ രംഗം വിവിശതുഹു, രംഗത്തേക്ക്, മല്ലരംഗത്തേക്ക് പ്രവേശിച്ചു. രണ്ടുപേർ പ്രവേശിച്ചു എന്നുള്ളതിന് വിവിശതുഹു എന്ന വിസർഗമാണ്. പക്ഷെ ഇവിടെ സന്ധി വരുമ്പോ രാജൻ എന്നുള്ളതിന്റെ രകാരത്തിന് തൊട്ട് മുമ്പ് വന്നപ്പോ വിവിശതുഹു വിസർഗം മാറി വിവിശതൂന്ന് ദീർഘമായി മാറും. അതാണ് അവിടെ ഹ്രസ്വം, മറ്റേ ഹ്രസ്വമായി വിസർഗത്തോടുകൂടി ഉണ്ടായിരുന്നത് മാറി വിവിശതൂ സന്ധിയോടുകൂടി നമ്മൾ വായിക്കുന്നു. രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ. അപ്പോ രാമകൃഷ്ണന്മാരെ രണ്ടുപേരെയും ഇങ്ങനെ കുവലയാപീഠത്തിന്റെ കൊമ്പ് പുഴക്കിയെടുത്ത് രക്തമിറ്റിറ്റ് വീഴുന്ന കൊമ്പുകളോടുകൂടി പരാക്രമം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മല്ലരംഗത്തേക്ക് വരുന്ന ഈ രണ്ടുപേരെയും ധ്യാനിക്കുന്നവർക്ക് എല്ലാ ഭയങ്ങളും, പ്രത്യേകിച്ച് ശത്രുഭയങ്ങളൊക്കെ അകന്നു പോകും എന്ന്. ഇനി ആ രണ്ടുപേരും പ്രവേശിച്ചതിനെ അതിമനോഹരായിട്ട് വർണ്ണിക്കുകയാണ്. ആ മല്ലരംഗത്ത് അഥവാ മഞ്ചങ്ങളിൽ ഇരുന്നിരുന്ന ജനങ്ങൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ കണ്ടു. ഏ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്കുകള് ഇവിടെ അന്വർത്ഥമാക്കിക്കൊണ്ട്, ആരെന്നെ ഏത് ഭാവത്തിൽ ഭജിക്കുന്നുവോ ഞാൻ അവരെ ആ ഭാവത്തിൽ അനുഗ്രഹിക്കുന്നു.
യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. അപ്പൊ അതേ ഭാവമാണ് ഇവിടെ ഭഗവാൻ തന്നെ ആരാര് ഏതേത് ഭാവത്തിൽ കാണുന്നുവോ അവർക്ക് ആ രീതിയിൽ ദർശനം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ ആരാണ്? സകലകലാവല്ലഭൻ, നടരാജമൂർത്തി, അല്ലേ, നാട്യ ആചാര്യൻ. അപ്പൊ ഭഗവാന്റെ ഉള്ളില് ഈ നവരസങ്ങൾ എന്ന് പറയുന്ന രസങ്ങൾ എപ്പോഴും മൂർത്തീഭവിച്ചിരിക്കുകയാണ്. ഏത് ഭാവത്തിലും ഏത് രസവും ഭഗവാനിൽ നോക്കുന്നവർക്ക് കാണാം. ആരെങ്ങനെ നോക്കുന്നോ, ഏത് രസത്തോടുകൂടി ഏത് ഭാവനയോടുകൂടി നോക്കുന്നുവോ ആ രസം ഭഗവാനിൽ കാണാം. അപ്പൊ അങ്ങനെ കണ്ടവര് പല രസങ്ങൾ ആസ്വദിക്കുകയാണ് ഭഗവാനിൽ. നവരസങ്ങളാണെങ്കിലും ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞു വന്നപ്പോഴേക്കും 10ാമത്തെ രസമായിട്ട് ഭക്തിയും കൂടി വരുന്നുണ്ട്. ഭക്തി വാസ്തവത്തിൽ ശാന്തിയുടെ ഉള്ളിൽപ്പെട്ടതാണ്. ഭക്തി ശാന്തിയാണ് നൽകുക. എങ്കിലും ഭക്തിയെ പ്രത്യേകമായിട്ട് 10ാമത്തൊരു രസമായിട്ടും കൂടിയാണ് ഇവിടെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നത്. ഭഗവാനെ കാണുന്നവർക്ക് ഭക്തി ജനിപ്പിക്കുന്ന ഭാവം, ആരാധന ജനിപ്പിക്കുന്ന ഭാവം. അപ്പൊ ആ ഒരു അതിമനോഹരമായിട്ടുള്ള ശ്ലോകം നമുക്ക് നോക്കാം. മല്ലാനാം അശനിഹി നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേർ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസഗ്രജഃ. മല്ലാനാമശനിർ നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ അസതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേർ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സകല രസങ്ങളുടെയും ഏകമൂർത്തിയായ ഭഗവാൻ, എല്ലാറ്റിൻ്റെയും സ്രോതസ്സായ ഭഗവാൻ, എല്ലാ നടനങ്ങൾക്കും ആചാര്യനായിരിക്കുന്ന ഭഗവാൻ ഓരോരുത്തരെയും നോക്കുമ്പോൾ ഓരോ രീതിയിലുള്ള ഭാവമാണ് പ്രകടിപ്പിച്ചത്. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ ഭഗവാനെ അങ്ങനെ കണ്ടു എന്നാണ്. രംഗം ഗതോ സാഗ്രജഃ, അതാണ് ഇവിടുത്തെ വിഷയം. അത്രേ ഉള്ളൂ. അഗ്രജേന സഹ, അതാണ് സാഗ്രജഃ. ബലരാമനോടുകൂടെ, ജ്യേഷ്ഠനോടുകൂടെ രംഗംഗതഃ, രംഗത്തിലേക്ക് ഗമിച്ചു. ആര് ഗമിച്ചു? ഭഗവാൻ. ആ ഭഗവാൻ ആർക്കെല്ലാം എങ്ങനെയൊക്കെ കാണപ്പെട്ടു, ഇതാണ് എണ്ണി എണ്ണി പറയുന്നത്. മല്ലാനാം അശനിഹി, മല്ലന്മാർക്ക് അശനിയായിട്ടും. എന്താ? മല്ലാനാമശനിഹി നൃണാം നരവരഃ, നൃണാം നരന്മാർക്ക് നരവരൻ അഥവാ രാജാവായിട്ടും. സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, സ്ത്രീകൾക്ക് മൂർത്തിമാൻ സ്മരഃ, മൂർത്തി രൂപമെടുത്ത കാമദേവനായിട്ട്. ഗോപാനാം സ്വജനോ, ഗോപന്മാർക്ക് അവരുടെ സ്വന്തം ആള്, ബന്ധു, അവരുടെ കൂട്ടത്തിൽ ഒരാള്. ഗോകുലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഗോപന്മാർക്കെല്ലാം അവരുടെ കൂട്ടത്തിലുള്ള സ്വജനമായിട്ട്. അസതാം ക്ഷിതിഭുജാം ശാസ്താം, അസത്തുക്കളായ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാര്, ക്ഷിതിബുക്കുകൾ എന്നാൽ രാജാക്കന്മാര്, അവർക്കൊക്കെ ശാസ്ത അവരെ ശാസിക്കുന്ന, അവരെ ദണ്ഡിക്കുന്ന, അവരുടെ തെറ്റുകൾക്ക് അവരെ ശിക്ഷിക്കുന്ന, അവർക്കും മുകളിലിരിക്കുന്ന രാജരാജൻ. അപ്പൊ ഇവരെ അവരെല്ലാം രാജാക്കന്മാരാണെങ്കിൽ
അവരെ ശാസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി അല്ലെങ്കിൽ രാജാതിരാജൻ എന്നൊക്കെ അർത്ഥത്തിൽ അവർ കാണുന്നു. സ്വപിത്രോഹോ ശിശുഹു. സ്വപിത്രോഹോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിതാക്കൾ രണ്ടുപേർക്ക് എന്നാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്നും അർത്ഥം. ഇവിടെ വസുദേവരും ദേവകിയും രംഗത്തുണ്ടാവാൻ വഴിയുണ്ട്. അതുപോലെ നന്ദഗോപരുമുണ്ട്. യശോദ വന്നതായിട്ട് എവിടെയും പറഞ്ഞില്ല. അപ്പൊ നന്ദഗോപരെയും മറ്റേ വസുദേവരെയും ഉദ്ദേശിച്ചായിരിക്കണം സ്വപിത്രോഹോ. രണ്ട് പിതാക്കന്മാർക്കും ശിശുഹു എന്റെ മോൻ എന്ന് രണ്ടുപേരും ഒരുപോലെ വിചാരിക്കണം. നന്ദഗോപുരം വിചാരിക്കുന്നു, വസുദേവരും വിചാരിക്കുന്നു. മൃത്യുർ ഭോജപതേഹേ. ഭോജപതേഹേ, ഭോജപതി കംസൻ, ഭോജരാജാവ്, ഭോജവംശത്തിന്റെ രാജാവ്. അപ്പൊ അദ്ദേഹത്തിന് മൃത്യുഹു തന്റെ കാലനാണ് ഈ വരുന്നത് എന്നാണ് തോന്നുന്നത്. വിരാട് അവിദുഷാം. അവിദുഷാം എന്ന് പറഞ്ഞാൽ അജ്ഞാനിനാം, അറിവില്ലാത്ത മൂഢജനങ്ങൾക്ക് വിരാട് നമ്മളെ പോലെ ഒരു വ്യക്തി എന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. അവർക്ക് ഒരു പുച്ഛത്തോടു കൂടിയിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ വിരാട് എന്നുള്ള ശബ്ദത്തിന് മറ്റേ വിരാട് എന്നുള്ള അർത്ഥത്തിലല്ല. അതൊക്കെ പിന്നീട് വിസ്തരിച്ച് പറയാം നമുക്ക്. അപ്പോൾ നമ്മളെ പോലൊരാൾ എന്നേ തോന്നുന്നുള്ളൂ. തത്വം പരം യോഗിന. യോഗിനാം പരം തത്വം. അവിടെ ഇരിക്കുന്ന യോഗികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആകാശത്തും മറ്റൊക്കെ നിന്ന് നോക്കുന്നവരായിട്ടുള്ള യോഗികൾക്ക് ഈ വരുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം അല്ലേ, നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ആ വസ്തു, അതാണ് പരം തത്വം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണം, പരമമായ സത്യം. അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരഭൂതനായ പരമസത്യമാണ് ഈ കയറി വരുന്നത് ഈ രൂപത്തില് എന്ന് യോഗികൾക്ക് ദർശനം ഉണ്ടായി. വൃഷ്ണീനാം പരദേവത. വൃഷ്ണിവംശത്തിൽ, യാദവ വംശത്തിൽപ്പെട്ടവർക്കെല്ലാം അവരുടെ കുലദേവതയാണോ ഈ വരുന്നത് എന്ന്, പരദേവതയാണോ എന്ന് തോന്നി. ഇതി വിദിതഃ. ഇതി വിദിതഃ ഇപ്രകാരം അറിയപ്പെട്ടവനായിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന വിവിധ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പല പ്രകാരത്തിൽ അറിയപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും അറിയുന്നത് ഇപ്രകാരമാണ്. അങ്ങനെയുള്ളവനായിട്ട് ഭഗവാൻ സാഗ്രജഃ രംഗംഗതഃ, അഗ്രജനോടുകൂടി രംഗത്തേക്ക് ഗമിച്ചു, രംഗത്തേക്ക് പ്രവേശിച്ചു. അപ്പോ ഇവിടെ ഭഗവാനിൽ ഏതേത് ഭാവങ്ങളിൽ അല്ലെങ്കിൽ ആർക്കാർക്ക് ഏതേത് രസത്തോടു കൂടിയിട്ടാണ് കാണപ്പെട്ടത്. അതാണ് ഇവിടെ 10 കൂട്ടരെ പറഞ്ഞു. 10 കൂട്ടരാണ്. മല്ലാനാം അശനിഹി, നൃണാം നരവരഹ, സ്ത്രീണാം സ്മരോമൂർത്തിമാൻ, ഗോപാനാം സ്വജനോ, അസതാം ശിതിഭുജാം ശാസ്ത, സ്വപിത്രോഹോ ശിശുഹു, ഭോജപതേഹേ മൃത്യുഹു, അവിദുഷാം വിരാട്, യോഗിനാം പരം തത്വം, വൃഷ്ണീനാം പരദേവത. ഇങ്ങനെ 10 ഭാവങ്ങളാണ് അവിടെ ഇരുന്നവര് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഭാവമാണ് കണ്ടത്. മുമ്പേ പറഞ്ഞ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഭഗവാനെ ആരെങ്ങനെ സമീപിക്കുന്നുവോ, എങ്ങനെ ഭജിക്കുന്നുവോ അവർക്ക് അങ്ങനെ ദർശനം കൊടുത്ത് അങ്ങനെ അനുഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോ മല്ലാനാം അശനിഹി, മല്ലന്മാര് ചാണൂരൻ, മുഷ്ടികൻ അല്ലെ, ശലൻ, കോശലൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ള 5 പേര് പ്രമുഖന്മാര്, അവരുടെ സഹായികളായിട്ടുള്ള മല്ലന്മാര് ഒക്കെ ഉണ്ട്. മല്ലരംഗത്ത് എതിരാളികളെ കാത്തിരിക്കുന്നവരായിട്ടുള്ള മല്ലന്മാര്. അവരും കവാടത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും നോട്ടം അവിടേക്കാണല്ലോ, എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കാണല്ലോ എന്ന് പറഞ്ഞ് മല്ലരംഗത്തിരിക്കുന്നവർ ഗേറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് കയറി വരുന്നത് തങ്ങൾക്ക് എന്താ പറയുക, തങ്ങളെ ആക്രമിക്കാൻ വരുന്ന, തങ്ങളെ ഹനിക്കാൻ വരുന്ന അശനിയായിട്ട് കാണുന്നത്. അശനി എന്നുള്ളതിന് പ്രധാനമായിട്ടുള്ള അർത്ഥം ഇടിമിന്നൽ എന്നാണ്. ഇടിയും മിന്നലും ചേർത്ത് അശനി എന്ന് പറയും. ശനി എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുന്നതാണ്, അശനിയോ ലൈറ്റ്നിങ് ആണ്. അത് എന്താണത്?
ഇന്ദ്രന്റെ വജ്രായുധവുമാണ് എന്ന് പറയും. ഇന്ദ്രൻ വജ്രായുധം വീശുന്നതാണ് മിന്നലായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഇടിമിന്നലില് ഇടിയല്ല അപകടകാരി, മിന്നലാണ് അപകടകാരി അല്ലേ? മിന്നലാണ് ആളുകളെ മരിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത്, എല്ലാം ദഹിപ്പിച്ച് കളയുന്നത്. ലൈറ്റ്നിങ്ങിനാണ് കറണ്ട് പവർ. മിന്നൽ അതിൻ്റെ അകമ്പടിയായിട്ടാണ് ഇടിയുടെ ശബ്ദം നമ്മൾ കേൾക്കുക. അപ്പൊ ഇടി വലിയ അപകടകാരിയല്ല, അത് നമ്മളെ പേടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മിന്നലിന് അകമ്പടിയായിട്ട് മിന്നലിനെ നമ്മൾ ഭയപ്പെടേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ. വെറും മിന്നല മാത്രമേ ഉള്ളൂ, ഇടിയില്ലെങ്കിൽ ആളുകൾക്ക് പേടി ഉണ്ടാവില്ല. അപ്പോൾ പ്രാണനും കൊണ്ട് ഓടുകയോ ഒളിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണത്. മിന്നൽ തുടങ്ങുമ്പോഴേക്കും ഒപ്പം ഇടിയും മുരണ്ടു തുടങ്ങും. അപ്പൊ നമുക്കത് സൂചനയാണ്. നമ്മൾ മിന്നൽ മാത്രമാണെങ്കിൽ ശ്രദ്ധിക്കില്ല. ഒരു എന്താ പറയുക, നമ്മള് വെടിക്കെട്ടൊക്കെ കാണുന്ന ലാഘവത്തോടെ കണ്ടു എന്ന് വരും, പണിയും കഴിയും അതോട് കൂടിയിട്ട്. അപ്പോൾ മിന്നൽ കാണുമ്പോൾ നമ്മൾ വേഗം എന്ത് ചെയ്യണം? സുരക്ഷ വേണ്ടത് ചെയ്യണം. മിന്നലിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറകെ ഇടി വരുന്നത്, ഇടിയുടെ ശബ്ദം. അടുത്താണ് മിന്നലെങ്കിൽ ഒപ്പം ഇടിയും കേൾക്കും. ദൂരെയാണെങ്കിൽ മിന്നൽ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഇടി കേൾക്കുക. നമ്മൾ വലിയ അപകടമില്ല എന്ന് സൂചിപ്പിക്കണം. പക്ഷെ റെഡി ആയിരുന്നോളൂ, പ്രിപ്പയർഡ് ആയിരുന്നോളൂ, എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് മിന്നൽ ഉണ്ടാവാം, ഗെറ്റ് റെഡി എന്ന് പറയുന്ന സൂചന കൂടിയാണത്. അപ്പോൾ നമ്മൾ മിന്നൽ കണ്ടാൽ വേഗം ആ പ്രീകോഷൻസ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ലൈറ്റ്നിങ് നമ്മളെ ആ കറണ്ട് നമ്മളിലൂടെ പാസ് ചെയ്യാതിരിക്കാനായിട്ട് നോൺ കണ്ടക്ടേഴ്സ് ആയിരിക്കുന്ന പ്രതലങ്ങളിൽ നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിലൂടെ എർത്ത് സംഭവിക്കും. നമ്മളിങ്ങനെ പന പോലെ നിന്നാൽ പനയുടെ തല പോകുന്നത് പോലെ നമ്മുടെ തലയും പോകും. അപ്പോൾ ഇവിടെ അശനി എന്നുള്ളത് ലൈറ്റ്നിങ് ആണ്. ശനി അല്ലാത്തത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ലൈറ്റ്നിങ്ങിന് മറ്റൊരു പര്യായം, അല്ലെങ്കിൽ അശനിക്ക് മറ്റൊരു പര്യായമാണ് ഇന്ദ്രന്റെ വജ്രായുധം. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. ഇന്ദ്രൻ വജ്രായുധം വീശുന്ന ആ പ്രകാശമാണ് ലൈറ്റ്നിങ് എന്നൊക്കെ നമുക്ക് പൗരാണികമായിട്ടുള്ള ഒരു സങ്കല്പം. അപ്പൊ ഇന്ദ്രന്റെ വജ്രായുധമാണെങ്കിലോ അതിനും പ്രതിവിധിയില്ലാത്തതാണ്. അതിന് ഒരു ആയുധവുമില്ല. വജ്രായുധം പ്രയോഗിച്ചാൽ മരണം ഉറപ്പാണ്. അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. ഏതാനും വരം കിട്ടിയിട്ടുള്ള ചിലർ മാത്രമേ തടുത്തിട്ടുള്ളൂ. ഹിരണ്യകശിപുവിനെ പോലെ, രാവണനെ പോലെ ഏതാനും ചിലർ മാത്രമേ ഇന്ദ്രന്റെ വജ്രായുധത്തെ വെല്ലുവിളിച്ച് നിന്നിട്ടുള്ളൂ. അവർക്കൊക്കെ അവരുടെ വരമാണ് അതിന്റെ ശക്തി. ഹിരണ്യകശിപുവിനോട് ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് അദ്ദേഹത്തിന്റെ ത്വക്കിനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിച്ചിട്ടില്ല. രാവണന്റെ മുതുകത്ത് ഇന്ദ്രന്റെ വജ്രായുധത്തിന്റെ അടയാളം ഉണ്ട് എന്ന് എവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. വൃത്രാസുരൻ എത്രയോ ശക്തനായിരുന്നിട്ടും ആ വജ്രായുധം വൃത്രാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുപോലെ മറ്റു പല യുദ്ധങ്ങളിലും ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കുമ്പോൾ അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. അപ്പോ ആ മരണം തന്നെ നേരിൽ വരുന്നതാണ് ഈ അശനി എന്ന് പറയുന്നത്. ഈ ഇടിമിന്നലാണെങ്കിലും ശരി, വജ്രായുധമാണെങ്കിലും ശരി, രണ്ടർത്ഥത്തിലും എടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള അർത്ഥത്തിലും എടുക്കാം. അപ്പൊ മല്ലന്മാർക്കിതാ തങ്ങളുടെ നേരെ വരുന്ന പ്രതിവിധിയില്ലാത്ത മരണ ആയുധം വരുന്നു. തങ്ങളെ മരിപ്പിക്കാനുള്ള ആളുകളാണ് ഈ വരുന്നത് എന്ന് മല്ലന്മാർ നടുങ്ങുകയാണ്. ഈ രാമകൃഷ്ണന്മാരുടെ വരവ് കണ്ടിട്ട് ഒന്നൊന്നര വരവാണ്. ആ കുവലയാപീഠത്തെ വധിച്ച് അതിന്റെ വലിയ രണ്ട് കൊമ്പുകൾ രണ്ടുപേരുടെയും തോളിലുണ്ട്. അതിൽ നിന്ന് ചോര ഇറ്റിട്ട് വീഴുണ്ട്. ആ ചോര ശരീരത്തിലെ രാമകൃഷ്ണന്മാരുടെ ശരീരത്തിലൊക്കെ ഉണ്ട്. വേർത്ത് കുളിച്ചിട്ടുണ്ടവര്. അതുപോലെ ആനയുടെ മതജലം അവരുടെ ശരീരത്തിൽ പുരണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോൾ ആ പരാക്രമം ചെയ്ത് സ്വയം ആനയെ വധിച്ച് ജയിച്ചു വരുന്നവരായിട്ടാണ്. അല്ലാതെ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത ഒരു ആനക്കൊമ്പുമായിട്ട് വരികയല്ല അവര്. സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം പരാക്രമം കൊണ്ട് ഇത്രയും വലിയ കുവലയാപീഠം എന്ന ശക്തനായ 1000 ആനയുടെ ശക്തിയുള്ള ആനയെ വധിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ മല്ലാനാം അശനിഹി. അപ്പൊ അവിടെ
മല്ലന്മാർക്ക് ഏത് വികാരമാണ് ഉണ്ടായിട്ടുണ്ടാവുക? അല്ലേ? രൗദ്രഭാവം. അപ്പൊ രൗദ്രം എന്നുള്ള രസമാണ് ഭഗവാൻ മല്ലന്മാരുടെ നേരെ പ്രകടിപ്പിച്ചത്. ഭയപ്പെടുത്തുന്ന രൗദ്രം. അല്ലെ, രൗദ്രത്തെ തന്നെ ഭയാനകം എന്ന് പറയും. പക്ഷെ അവിടെ കംസനെ സംബന്ധിച്ച് കംസനാണ് ഏറ്റവും അധികം ഭയം ജനിക്കുന്നത്. അതവിടെ വരുന്നുണ്ട്. അപ്പൊ രൗദ്രം എന്നുള്ള ഭാവം. അതുപോലെ നൃണാം നരവരഹ. നൃണാം നരവരഹ. അവിടെയുള്ള സഭയിലുള്ള നരന്മാർക്കെല്ലാം നരവരഹ. നരന്മാരിൽ വരൻ എന്ന് വെച്ചാൽ രാജാവ് എന്നർത്ഥമാണ്. ശ്രേഷ്ഠനായിട്ടുള്ളവൻ രാജാവ് എന്നർത്ഥമാണ്. അപ്പൊ മറ്റുള്ള ജനങ്ങൾക്കെല്ലാം ഇതാ വരുന്നു നമ്മുടെ രാജാവ്, യഥാർത്ഥ രാജാവ് ഇദ്ദേഹമാണ്. ആരാ രാജാവ്? പ്രജകളെ ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുകയും പ്രജകളുടെ ആഗ്രഹങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് അവരെ രഞ്ജിപ്പിക്കുന്നവനുമാണ് രാജാവ്. രഞ്ജനാദ് രാജ. പ്രജകളുടെ അഭീഷ്ടങ്ങൾ സാധിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നവനാണ് രാജാവ്. പ്രജകളെ അപകടങ്ങളിൽ നിന്ന്, നാശത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അപ്പൊ ഈ രണ്ട് ധർമ്മവും ഈ ജനങ്ങൾ ഇദ്ദേഹത്തിൽ കാണുന്നു, ഈ രാമകൃഷ്ണന്മാരിൽ കാണുന്നു എന്നർത്ഥം. അപ്പോ വീരന്മാരായ പരാക്രമികളായിട്ടുള്ള നരവരന്മാരാണ്. അല്ലെങ്കിൽ ഭഗവാനെ ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ബലരാമസ്വാമിക്കും ആ ഭാവം തന്നെയാണ് ഉള്ളത്. അപ്പോ അവിടെ ഏതാ രസം? ഒരു അത്ഭുത രസമാണ്. മറ്റ് രാജാക്കന്മാരൊന്നും ഈ രാമകൃഷ്ണന്മാരുടെ മുമ്പിൽ ശോഭിക്കുന്നില്ല. ഇവരാണ് രാജാവ്. നമ്മൾ ഇതുവരെ രാജാക്കന്മാരെ കണ്ടിട്ടില്ല. ഇതാ വരണു നമ്മുടെ രക്ഷകന്മാരായിട്ടുള്ള രാജാക്കന്മാർ. അല്ലെങ്കിൽ ഇതാ ശ്രീകൃഷ്ണനാണ് നമ്മുടെ രാജാവ് എന്നുള്ള മട്ടില് വിസ്മയം എന്നുള്ള അത്ഭുത രസമാണ് അവരുടെയൊക്കെ മുഖത്ത് പ്രകാശിക്കുന്നത്. നമ്മുടെ രക്ഷകൻ. അപ്പോൾ ആ അത്ഭുത രസം പ്രകാശിപ്പിച്ചുകൊണ്ട് നരന്മാർക്കെല്ലാം ദർശനം കൊടുക്കുന്നു. അതാണ് നൃണാം നരവരഹ. സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. സ്ത്രീണാം മൂർത്തിമാൻ സ്മരഹ. അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം മൂർത്തിമാനായ സ്മരൻ എന്ന് വെച്ചാൽ സൗന്ദര്യം കൊണ്ട് കാമദേവൻ രൂപമെടുത്ത് വരുന്നത് പോലെ. മൂർത്തിമാൻ സ്മരഹ. സ്മരൻ എന്നാൽ കാമദേവൻ. നമ്മുടെയൊക്കെ സ്മരണയിലുണ്ടാവുന്നവനാണ് കാമദേവൻ. നമ്മൾക്ക് മനസ്സിൽ കാമം ജനിച്ചാലേ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ നമ്മളെ ആകർഷിക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലാണ് കാമൻ ഇരിക്കുന്നത്, വസ്തുക്കളിലല്ല, മറ്റ് ഓബ്ജക്ട്സിലല്ല കാമൻ ഇരിക്കുന്നത്. എവിടെയായിരിക്കുന്നത് കാമൻ? നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് മനസ്സിജൻ സ്മരൻ എന്നൊക്കെ പറയുന്നത്. നമ്മളാണ് ശക്തി കൊടുക്കുന്നത് ആർക്ക്? ഈ വസ്തുക്കൾക്ക്. നമ്മുടെ ഉള്ളിലുള്ള കാമവൃത്തി കൊണ്ടാണ് വിഷയങ്ങൾ നമുക്ക് സുന്ദരങ്ങളായി ശോഭനങ്ങളായി തോന്നി അതിനോട് ആസക്തി ഉണ്ടാകുന്നത്, അത് വേണം എന്നുള്ള തോന്നലുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് കാമദേവന്റെ ഇരിപ്പ്. അതുകൊണ്ട് സ്മരൻ. അപ്പൊ ആ കാമദേവൻ ഇവിടെ പുറത്ത് മൂർത്തിമാനായിട്ട് വരുന്നു, മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നു, എംബോഡീഡ് ആയിട്ട് വരുന്നു. അപ്പോ ഇവരുടെ ഉള്ളിൽ ആ ഭഗവാൻ സുന്ദരനായ ഒരു പുരുഷനായി കാമദേവനായിട്ട് ഇതാ വരുന്നു എന്ന് തോന്നുകയാണ്. ആ പ്രിയ ഭാവം അഥവാ ശൃംഗാരഭാവം ഒക്കെ ഈ ഭഗവാനോട് സ്ത്രീകൾക്ക് തോന്നുകയാണ്. അവരുടെ ഉള്ളിൽ അവരെ രമിപ്പിക്കുന്ന ഭാവം, അവരുടെ ഉള്ളിൽ രതി എന്നുള്ളതായിട്ടുള്ള ഭാവം ഭഗവാനിൽ ഉണ്ടാകുന്നു. അത് ശൃംഗാര രസമാണ് അതിന്റെ പുറകിലുള്ള രസം. അപ്പൊ ശൃംഗാരം എന്നുള്ള ഭാഗം ഭഗവാന്റെ നോട്ടത്തിലും പുഞ്ചിരിയിലും ഒക്കെ സ്ത്രീകൾക്ക് ശൃംഗാരഭാവമാണ് കാണുന്നത് എന്നർത്ഥം. അപ്പോ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. ഗോപാനാം സ്വജനോ. ഗോപാനാം സ്വജനഃ. ഗോപന്മാർക്ക്, ഗോകുലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വജനമാണ് നമ്മുടെ സ്വന്തം ആള്. ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ശ്രീതാമാവ് മുതലായിട്ടുള്ള ആളുകളൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതാ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ഇഷ്ടത്തോഴൻ ഇതാ വരുന്നു എന്നുള്ളതായിട്ടുള്ള ഭാവം. അപ്പൊ ഭഗവാൻ അവരെ നോക്കുമ്പോ ഏത് ഭാവമാണ് പ്രകടിപ്പിക്കുക? ഒരു ഹാസഭാവമാണ്. നമ്മൾ കൂട്ടുകാരെ കാണുമ്പോൾ
നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത് ഒരു ഹാസ്യഭാവമാണ് ഉണ്ടാവുക. ഒരു കളി പോലെ അല്ലേ, ഒരു ക്രീഡാഭാവമാണ്. എന്നെ കണ്ടില്ലേ, ഇപ്പൊ ശരിയാക്കി തരാട്ടോ, ഞങ്ങളിതാ കളിക്കാൻ പോവാണ്, മല്ലന്മാരുമായിട്ട് ഒരു കളി കളിക്കാൻ പോണ, കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാണിച്ചു തരാം, കളി കണ്ടോളൂ നിങ്ങൾ എന്നൊക്കെ മട്ടിൽ കൂട്ടുകാരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഹാസ്യ പ്രകടനമാണ് അവർ കണ്ടത്, കൂട്ടുകാർ കണ്ടത്. അപ്പോ കൂട്ടുകാർ കാണുന്നത് ഭഗവാന്റെ ഹാസ്യരസം. അതാണ് ഇവിടെ കൂട്ടുകാർക്ക് ഗോപാനാം സ്വജനഃ അസതാം ക്ഷിതിഭുജാം ശാസ്ത. അസതാം ക്ഷിതിഭുജ, ക്ഷിതിഭുജ എന്ന് പറഞ്ഞാല് ക്ഷിതിയെ ഭുജിക്കുന്നവർ, രാജാക്കന്മാർ, ഭൂമിയെ അനുഭവിക്കുന്നവർ. അവര് അസത്തുക്കൾ, ദുഷ്ടന്മാരാണെങ്കിൽ, അപ്പൊ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ഇദ്ദേഹം എന്താ പറയുക, ശാസ്താവാണ്, ശാസിക്കുന്നവനാണ് എന്ന് പറയാം. വീരരസമാണ് അവിടെ പ്രധാനം. അപ്പോൾ വീരം എന്ന് പറയുന്നതായിട്ടുള്ള രസം ദുഷ്ടരാജാക്കന്മാരുടെ നേരെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നു. വീരം എന്നൊക്കെ പറയുന്ന ആ രസം. അതുപോലെ സ്വപിത്രോഹോ ശിശു, സ്വപിത്രോഹോ നന്ദഗോപർക്കും വസുദേവർക്കും ദേവകീദേവിക്കും എല്ലാം കാണുന്നവർക്ക്, ആ അച്ഛന്മാർക്ക് വാത്സല്യഭാവത്തില് ശിശു ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ ഭയവും പേടി മറ്റേ ദുഃഖവുമൊക്കെ ഉണ്ട്. അയ്യോ, നമ്മുടെ മക്കൾ എവിടേക്കാ വരുന്നത്, എന്ത് ചെയ്തിട്ടായി വരുന്നത്, അവിടുത്തെ ആനയെ കൊന്നിട്ടാ വരണം, അപ്പൊ കംസന്റെ അപ്രീതിക്ക് പാത്രമായിരിക്കുകയാണ്, കംസൻ കൊന്നുകളയാൻ വഴിയുണ്ട് എന്നൊക്കെയുള്ള കരുണ എന്നുള്ള ഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അച്ഛനമ്മമാർക്ക് ഇവരുടെ അവസ്ഥ കാണുമ്പോൾ കാരുണ്യം തോന്നും, കരുണരസമാണ് അവർ കാണുന്നത്. അപ്പോ കരുണം എന്നുള്ളതായിട്ടുള്ള രസം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നു. ദുഃഖം ഉണ്ടാകുന്നു, ആ ദുഃഖം കരുണയായിട്ടാണ് പ്രകടമാവുക. എന്തായാലും സ്വപിത്രോഹോ ശിശുഹു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭോജപതേഹേ മൃത്യുഹു, ഭോജപതിയായ കംസന് മൃത്യുദേവൻ യമൻ വരുന്നതായിട്ടാണ് തോന്നുന്നത്. അത് യമൻ വരുമ്പോൾ ആർക്കാ ഭയമില്ലാതിരിക്കുക? മൃത്യു എന്ന് പറഞ്ഞാൽ ഭയം തന്നെയാണ്, പര്യായം തന്നെയാണ്. അപ്പൊ ഭയാനകം എന്നുള്ള ആ ഒരു ഭാവമാണ് കംസൻ കാണുന്നത്. തന്റെ കാലനിതാ വരുന്നു എന്നുള്ള ഭയാനക ഭാവത്തിൽ കംസൻ കാണുന്നു. അതുപോലെ അവിദുഷാം വിരാട്, അവിദുഷാം അവിദ്വാനാം അജ്ഞാനിനാം, അറിവില്ലാത്ത ഭഗവാൻ ആരെന്ന് അറിയാത്ത കൃഷ്ണനിൽ മനുഷ്യബുദ്ധിയോടുകൂടിയിരിക്കുന്നവർക്ക്, പ്രാകൃതനായൊരു ബാലൻ, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുമാരൻ, അത്രേ ഉള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വിരാട്. വിരാട് എന്ന് പറഞ്ഞാൽ വിശേഷേണ രാജതേ, വ്യക്തമായി പ്രകാശിക്കുന്നത്. അപ്പൊ വ്യക്തമായി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെയാണ്, ഒരു വ്യക്തി. മറ്റത് വിരാട് എന്നുള്ളത് എല്ലാം ചേർത്ത് വിവിധം രാജതേ, ആ അർത്ഥത്തിലാണ് നമ്മൾ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. പലതായി കാണപ്പെടുന്ന ഏകനായ ഈശ്വരനെയാണ് വിരാട് എന്ന് പറയുന്നത്. വിവിധം രാജതേ, ഇവിടെ വിശേഷേണ മറ്റിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, വ്യക്തമായി, ഏകമായി ഒരു ശരീരമായി ദർശിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വിരാട് എന്ന് പറഞ്ഞത്. ഇവിടെ വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ്, ഏകം എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു മൂർത്തിയായിട്ട്, ഒരു ശരീരമായിട്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരാള് എന്നുള്ളതായിട്ടുള്ള ഭാവം, ഒരു ജുഗുപ്സ അഥവാ ബീഭത്സം എന്നും പറയും അതിന്. ഒരു അവജ്ഞയോടുകൂടിയുള്ളതായിട്ടുള്ള ഭാവമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുവൻ, നമ്മളെ പോലൊരുവൻ, ഇവനിപ്പോ എന്താ അത്ര രണ്ട് കൊമ്പുണ്ടോ, ഇവൻ എന്താപ്പോ അത്ര വലിയ ആളാണോ എന്നൊക്കെയുള്ള മട്ടില് അജ്ഞാനികൾക്ക് ഒരു പ്രാകൃത പുരുഷനായി, ഒരു മനുഷ്യനായിട്ട് മാത്രമേ ഇദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. വിരാട് അവിദുഷ, പരിച്ഛിന്ന ശരീരത്തോടു കൂടിയവൻ, അതാണ് വിരാട്ട്. പരിച്ഛിന്നമായ വ്യക്തിത്വത്തോട് കൂടിയവൻ ഇവിടുത്തെ അർത്ഥം. ഇതെപ്പോഴും പ്രയോഗിക്കുന്നതല്ല. വിരാട് എന്നുള്ളതിന്
എല്ലായിടത്തും 99% സ്ഥാനങ്ങളിലും ഈ വിശ്വരൂപത്തിൽ കാണപ്പെടുന്ന ഈശ്വരന്റെ പേരാണ് വിരാട്. വിവിധം രാജതേ എന്നാണ് അവിടെ അർത്ഥം. വിവിധം രാജതേ, വി പ്ലസ് രാട്ട്. ഇവിടെ രാട്ട് എന്നുള്ളത് രാജതേ എന്നുള്ള ആ രൂപത്തിൽ നിന്നാണ്. പലതായി കാണുന്നത്, ഏകമായ വസ്തു പലതായി കാണുമ്പോൾ വിരാട് പുരുഷൻ എന്ന് പറയുന്നു. ഇവിടെ വിശേഷേണ രാജതേ, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഏകമായി ഒരു വസ്തുവായി ഒരു വ്യക്തിയായി കാണുന്നു. അതുകൊണ്ട് വിരാട്. അപ്പൊ അവിദുഷാം വിരാട്, അജ്ഞാനിനാം ഒരു മനുഷ്യൻ, ഒരു പരിച്ഛിന്ന വ്യക്തിത്വം. അതുപോലെ അവിദുഷാം വിരാട് യോഗിനാം പരം തത്വം, യോഗികൾക്ക് ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായിരിക്കുന്ന ബ്രഹ്മതത്വം. അപ്പൊ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിച്ച യോഗികൾക്ക് പരമശാന്തിയാണ് അവരുടെ അനുഭവം. ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർക്ക് മനസ്സിന് ശാന്തി ആണ് സ്ഥായി ഭാവം. അപ്പൊ അവരും ഈ ഭഗവാനിൽ കാണുന്നത് ശാന്തം എന്നുള്ള രസമാണ്. എല്ലാം അതിൽ ഒതുങ്ങിയിരിക്കുന്നു. ശാന്തത്തിൽ നിന്നാണ് എല്ലാ രസങ്ങളും ഉണ്ടാവുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടാകുന്നത്. അതുപോലെ ശാന്തം എന്നുള്ള രസത്തിൽ നിന്നാണ് മറ്റു രസങ്ങളെല്ലാം ആവിർഭവിക്കുന്നത്. എല്ലാം അടങ്ങുന്നത് ശാന്തത്തിലാണ്. അപ്പൊ ആ ശാന്തം എന്നുള്ള ഭാവത്തിലാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ യോഗികൾ ഈ ഭഗവാന്റെ വ്യക്തിയെ ഭഗവാൻ വരുമ്പോൾ കാണുന്നത്. യോഗിനാം പരം തത്വം, വൃഷ്ണീനാം പരദേവത. വൃഷ്ണികൾ, വൃഷ്ണിവംശജർ, യാദവന്മാർ, അവർക്ക് അവരുടെ കുലദേവത അല്ലെങ്കിൽ പരദേവത പൂജിക്കപ്പെടേണ്ടവനാണ്. നമ്മളെ രക്ഷിക്കാനായി കൊണ്ട് പരദേവത തന്നെയാണിതാ ഈ വരുന്നത്, ഈ രൂപത്തിൽ വരുന്നത് എന്ന് യാദവന്മാർക്ക് തോന്നി. അപ്പൊ അവരുടെ ഉള്ളില് ഭക്തി തോന്നി. അപ്പൊ ഭക്തി എന്നുള്ള 10ാമത്തെ രസം ഇവിടെ ഇവരിലെ യാദവന്മാരിൽ ജനിച്ചു. ആ ഭക്തി വാസ്തവത്തിൽ ശാന്തം എന്നുള്ള രസത്തിൽ അടങ്ങിയിരിപ്പുണ്ട് എങ്കിലും വിശേഷമായിട്ടും വേണമെങ്കിൽ പറയാം. അപ്പോ ഭക്തിയെ, ബഹുമാനത്തെ ജനിപ്പിക്കുന്ന ഭാവമാണ് വൃഷ്ണികൾക്ക് ഭഗവാനിൽ കണ്ടത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ ദർശിച്ചു. ഇതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണക്കാരനല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭാവത്തില് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ ആ ഒരു രംഗപ്രവേശം, രംഗംഗത സാഗ്രജ, ഇങ്ങനെ എല്ലാവരാലും പലരാൽ പല രീതിയിൽ അറിയപ്പെട്ടുകൊണ്ട് ഭാവിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ അവിടേക്ക് പ്രവേശിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരു അവതരണമാണ്. എല്ലാവരും ഈ ശ്ലോകം മനസ്സിരുത്തി പഠിച്ചു വെച്ചിരിക്കുക. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ വിവിധ ഭാവങ്ങളൊക്കെ ഭഗവാന്റെ ഭാവങ്ങളാണ്. അപ്പൊ അതിൽ ഏതാനും ചിലത് അവിടെ ഓരോരുത്തരും കണ്ടു എന്നാണ് അതിന്റെ സാരം. മല്ലാനാമശനിർ നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സതാം ക്ഷിതിഭുജാം ശാസ്ത സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേർ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ. എങ്ങനെതാ എല്ലാവർക്കും ദർശനം കൊടുത്തുകൊണ്ട് ഭഗവാനതാ രംഗത്തിലേക്ക് വരുന്നു. ഹതം കുവലയാ പീഡം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്യപി തദാ വൃശം ഉദ്വിവിജേ നൃപ. ഹതം കുവലയാ പീഡം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്യപി തദാ വൃശം ഉദ്വിവിജേ നൃപ. കംസൻ ഈ രാമകൃഷ്ണന്മാർ വരുന്ന വരവിൽ അറിയുകയാണ്. ആ വരവിൽ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്താ? കുവലയാപീഠത്തെ വധിച്ചിട്ടാണ് വരണത് എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ വെറുതെ ഔപചാരികമായിട്ട്
എന്തെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ജോലിക്ക് പോകുന്നവരോട് ജോലിക്ക് പോവുകയാണോ, കുളിക്കാൻ പോകുന്നവരുടെ ലക്ഷണം കണ്ടാൽ അറിയാം അയാൾ തോർത്തുമുണ്ടും സോപ്പും ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടാ കുളിക്കാനാ പോകുന്നത്. എന്നാലും ചോദിക്കും കുളിക്കാൻ പോവുകയാണോ, ചായ കുടിക്കുന്ന കണ്ടാ ചായ കുടിക്കണല്ലേ, ഊണ് കഴിക്കുന്ന കണ്ടാലും ചോദിക്കും ഊണ് കഴിക്കണല്ലേ. ഇങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുമ്പോഴും അതിനെ നമ്മൾ ഒരു ചോദ്യ രൂപത്തിൽ അവതരിക്കുക. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഭഗവാന്റെ വരവ് കണ്ടാൽ എവിടുന്നാ വരണ, എന്ത് ചെയ്തിട്ടാ വരണ എന്ന് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ലക്ഷണം വ്യക്തം. അതാണ് ഇവിടെ പറഞ്ഞത്. ഹതം കുവലയാപീഠം ദൃഷ്ട്വാ, കുവലയാപീഠം ഹതം ദൃഷ്ട്വാ, കുവലയാപീഠം കൊല്ലപ്പെട്ടു എന്ന് കണ്ടു. ആര് കണ്ടു? കംസൻ കണ്ടു. എവിടെ? അവിടെ പോയി കണ്ടുവോ? ഇല്ല. എവിടെ വെച്ചിട്ടാണോ, ഏത് ദ്വാരത്തിൽ വെച്ചാണോ കുവലയാപീഠം കൊല്ലപ്പെട്ടത് അവിടെ കംസൻ ഉണ്ടായിരുന്നില്ല. കംസൻ നേരിൽ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ കണ്ടത്? 2 കൊമ്പുകളിലൂടെ. ആ രാമകൃഷ്ണന്മാരുടെ തോളിൽ വലിയ 2 കൊമ്പുകൾ. ആ കൊമ്പുമായിട്ട് നല്ല പരിചയം ഉണ്ടാർക്ക്. ഇത് ആരുടെ കൊമ്പാണെന്ന് കംസൻ അറിയാം. കംസന് പ്രിയപ്പെട്ട ആനയാണ് കുവലയാപീഠം അല്ലേ? ഈ ആനപ്രാന്തന്മാർക്ക് ആനയുടെ ലക്ഷണങ്ങളൊക്കെ ബൈഹാർട്ടാണ്. ഏതേത് ആന ഏത് പേരിൽ അറിയപ്പെടുന്ന ആനയുടെ കൊമ്പ് എങ്ങനെ ഇരിക്കും, മസ്തകം എങ്ങനെ ഇരിക്കും, അതിന്റെ പാണ്ടുകൾ എങ്ങനെ ഇരിക്കും, അതിന് എത്ര നഖമുണ്ട്, അതിന്റെ ചെവിയിൽ എത്ര ഓട്ടയുണ്ട്, അല്ലെങ്കിൽ ചെവിക്ക് എത്ര വലിപ്പമുണ്ട്. നമ്മുടെ സിനിമാ നടൻ ജയറാമിനോട് ചോദിച്ചാൽ കേരളത്തിലെ പ്രമുഖ ആനയൊക്കെ അയാൾ ഐഡന്റിഫൈ ചെയ്തു തരും. ഇത് ഏത് ആനയാണ് എന്ന് ചിത്രം കാണിച്ചു കൊടുത്താൽ പേരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇത് നമ്മുടെ പാമ്പാടി രാജനല്ലേ, ഇത് നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസെന്നല്ലേ, ഇത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനല്ലേ എന്ന് ഓരോന്നും എടുത്തെടുത്ത് പറയാൻ അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം നല്ലോണം ആനപ്രാന്തനാണ്. സ്വന്തമായിട്ട് ആനയെ വളർത്തിയിരുന്നു. ഇപ്പോഴുണ്ട് തോന്നും. പിന്നെ പല ആനകളുടെ കൂടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ കംസനെ സംബന്ധിച്ച് തനിക്ക് പ്രിയപ്പെട്ട തന്റെ കുവലയാപീഠം എന്നുള്ള തന്റെ രക്ഷകനായി കരുതിയിരുന്ന ആനയാണ്. 1000 ആനയുടെ ബലമുള്ള ആന, അതിന്റെ വലിയ കൊമ്പുകൾ. ഇതുപോലെ കൊമ്പ് വേറൊരു ആനയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആരും പറഞ്ഞു കൊടുക്കണ്ട കുവലയാപീഠത്തിന്റെ പണി കഴിഞ്ഞുട്ടോ, അത് ഇവരാണ് കേട്ടോ കൊന്നത് എന്നൊന്നും പറയണ്ട. അവർ തന്നെയാണ് കൊന്നതെന്ന് നേരിട്ട് കണ്ടാ അറിയാം. അതാണ് കുവലയാപീഠം ഹതഃ ദൃഷ്ട്വാ, കുവലയാപീഠം കൊല്ലപ്പെട്ടു എന്ന് കണ്ടിട്ട്, രാമകൃഷ്ണന്മാരാൽ ഹനിക്കപ്പെട്ടു. തൗ അപി ദുർജയൗ, താവപി എന്നുള്ളത് തൗ അപി, അവർ 2 പേരും ദുർജയന്മാരാണ് എന്നും ദൃഷ്ട്വാ. മുമ്പ് കംസൻ അയച്ച ഓരോ അസുരന്മാരെയും കൊന്നവരാണ്. കംസന് ഓർമ്മയൊക്കെ ഉണ്ടാവും. എണ്ണി പൂതനയിൽ നിന്ന് തുടങ്ങി തൃണാവർത്തൻ, സഹണാസുരൻ അല്ലേ, ബകാസുരൻ, അഘാസുരൻ, പ്രലംബൻ, എങ്ങനെ എത്രയോ പേരെ എണ്ണി അയച്ചിട്ടുണ്ട്. അവസാനം കേശി, വ്യോമാസുരൻ, ഇങ്ങനെ പലരെയും അയച്ചിരുന്നു. അപ്പോൾ എല്ലാരും ആരാലാണ് കൊല്ലപ്പെട്ടത് എന്ന് അറിയാം. നാരദനും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പതാ ഈ തന്റെ ഏറ്റവും ശക്തിയുള്ള തന്റെ പ്രിയപ്പെട്ട കൊമ്പനാനയെ ഇവർ 2 പേരും കൂടി, 2 പേരല്ല ഒരാൾ തന്നെ കൊന്നിരിക്കുന്നു. അപ്പോ ഇവരെ ജയിക്കാൻ ഇനി ആർക്കും ആവില്ല എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയം ജനിക്കുകയാണ്. എല്ലാവരെയും വധിച്ചവരാണ് ഇവര്. അതുകൊണ്ട് തൗ അപി ദുർജയൗ, ഇവർ 2 പേരും ദുർജയന്മാരാണ് എന്ന് ദൃഷ്ട്വാ മനസ്സിലാക്കിയ കംസഃ മനസ്വീ അപി, മനസ്വീ എന്ന് പറഞ്ഞാൽ ധീരനാണ്, മനസ്വിയാണ്. മനസ്വി എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ല ധൈര്യമുള്ളവൻ. അപ്പൊ ധൈര്യമുള്ളവനാണെങ്കിലും തഥാ വൃഷം ഉദ്വിവിജേ തഥാ, അപ്പോൾ ഈ വരവ് കണ്ടപ്പോൾ, ഈ രാമകൃഷ്ണന്മാരുടെ രംഗപ്രവേശം കണ്ടപ്പോൾ, അതുകൊണ്ടാണ് മൃത്യുർ ഭോജപതേ എന്ന് മുമ്പ് പറഞ്ഞത്. അതിന്റെ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ. ആ സമയത്ത് വൃഷം എന്ന് പറഞ്ഞാൽ അത്യന്തം, ഏറ്റവും നല്ലതുപോലെ, ഉദ്വിവിജേ ഉദ്വേഗത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഉദ്വേഗം
ഉദ്വേഗം. വേഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിന്റെ വേഗം, മനസ്സിന്റെ വൃത്തികള് വിക്ഷുബ്ധമായിട്ട് വേഗത്തിൽ പൊങ്ങി 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 വരിക, ഹൃദയമെടുപ്പ് കൂടുക, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി വേഗം കൂടുക, അങ്ങനെ ശരീരത്തിലെ എല്ലാ ലക്ഷണങ്ങളും വേഗം വർദ്ധിക്കുക. അപ്പൊ അതാണ് ഉദ്വേഗം, ഉയർന്ന വേഗം, ഹൈ പ്രഷർ. അതിന്റെ പ്രകടനമാണ് എല്ലാ വിറയലും ഭയവും എല്ലാം. അപ്പൊ എന്തായാലും വൃഷം ഉദ്വിജേ, നല്ലോണം ഉദ്വേഗപ്പെട്ടു, ഭയങ്കരമായിട്ട് അദ്ദേഹം ഭയപ്പെട്ടു, ആങ്ഷ്യസ് ആയി. ഇനിയിപ്പൊ താനാണ് അടുത്തത് എന്നുള്ള മട്ടില് എത്ര നേരം കൊണ്ട് തന്റെ അടുത്ത് എത്തും എന്നുള്ള ആ ഒരു ഭയമായി അദ്ദേഹത്തിന്. അധികം താമസിയാതെ തന്റെ കാര്യവും നിശ്ചയിക്കപ്പെട്ടിരിക്കണു. വൃഷം ഉദ്വിജേ, ഹേ നൃപ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, അങ്ങേക്ക് അറിയാലോ ഏതൊരാളാണെങ്കിലും ഈ സന്ദർഭത്തിൽ എങ്ങനെ ഭയം ഉണ്ടാവുമെന്ന് ചിന്തിക്കാലോ എന്ന് പറഞ്ഞ് പ്രണഹതം കുവലയാപീഠം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്വപി തദാ വൃഷം ഉദ്വിവിജേ നൃപ തൗ രേജദൂരംഗഗദൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ യഥാ നടൗ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. തൗ രേജദൂരംഗഗദൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ യഥാ നടൗ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. ആ രാമകൃഷ്ണന്മാർ രണ്ടുപേരും എങ്ങനെ ശോഭിച്ചു എന്ന് പറയണ. മഹാഭുജൗ, രണ്ടുപേരും വലിയ ദീർഘങ്ങളായ കൈകളോടുകൂടിയവരായിട്ട്, അത് അവരുടെ ശക്തിയെ സൂചിപ്പിക്കുന്നു, ക്ഷത്രിയ ലക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ആജാനുബാഹുക്കളായിരുന്നു. മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ, വിചിത്രങ്ങളായ വിവിധങ്ങളായ വേഷവും ആഭരണങ്ങളും, സ്രക്ക അഥവാ മാല, അമ്പരം അഥവാ വസ്ത്രം, ഇതൊക്കെ ധരിച്ചവരായിട്ട്, അത്ഭുതകരമായിട്ടുള്ള വേഷഭൂഷാദികളോട് കൂടിയവരായിട്ടുള്ള തൗ, അവർ രണ്ടുപേർ ഉത്തമ വേഷധാരിണൗ, ഉത്തമമായ വേഷത്തെ ധരിക്കുന്നവരായിരുന്നു. ഏതുപോലെ നടൗ യഥാ, നല്ല വേഷം ധരിച്ചിരിക്കുന്ന, രാജകീയ വേഷമെല്ലാം ധരിച്ചിരിക്കുന്ന നടന്മാരെ പോലെ, നാടകത്തിലും മറ്റൊക്കെ അഭിനയിക്കുന്ന നടന്മാരെ പോലെ അവർ കാണപ്പെട്ടു. എന്ന് വെച്ചാൽ കംസന്റെ തന്നെ വസ്ത്രം ആ രചകന്റെ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് രചകനെ വധിച്ച് പിന്നീട് വായകനെ കൊണ്ട് പാകപ്പെടുത്തി, വായകൻ പാകത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ തുന്നിക്കൊടുത്തു. അതെല്ലാം ഇന്നാണ് ധരിച്ചിരിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ 2-3 സെറ്റൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, ഓരോ ദിവസത്തേക്ക് ഓരോന്ന്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഈ വേഷഭൂഷാദികൾ. നടന്മാരെ പോലെ ഉത്തമ വേഷധാരിണൗ നടൗ യഥാ നിരീക്ഷതാം മനഃ പ്രഭയാ ക്ഷിപന്തൗ. നിരീക്ഷതാം മനഃ, കാണുന്നവരുടെ മനസ്സിനെ അവരുടെ കാന്തി കൊണ്ട്, അവരുടെ പ്രഭ കൊണ്ട്, ക്ഷിപന്തൗ, ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇളക്കി തീർക്കുക, അവരുടെ മനസ്സിനെ വല്ലാതെ ക്ഷോഭമുണ്ടാക്കുക, അവരുടെ നേരെ കൊതി ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. അങ്ങനെ പ്രഭയാ ക്ഷിപന്തൗ രംഗഗതൗ രേജതുഹു, രംഗഗതന്മാരായി രണ്ടുപേരും രംഗത്തിൽ പ്രവേശിച്ചവരായി, രേജതുഹു രണ്ടുപേരും രേജിച്ചു. രരാജ ഏകവചനം, രേജതുഹു ദ്വിവചനം, രേജുഹു ബഹുവചനം. അപ്പൊ രണ്ടുപേരും രേജതുഹു രാജിച്ചു, വിരാജിച്ചു, ശോഭിച്ചു, പ്രകാശിച്ചു എന്നർത്ഥം. തൗ രേജതോ രംഗഗതൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ യഥാ നടൗ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. നിരീക്ഷ്യതൗ ഉത്തമപൂരുഷൗ ജനാഃ മഞ്ജസ്ഥിതാ നാഗരരാഷ്ട്രകാ നൃപ പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഃ പപുർന തൃപ്താ നയനൈസ്തദാനനം. നിരീക്ഷ്യതൗ ഉത്തമപൂരുഷൗ ജനാഃ മഞ്ജസ്ഥിതാ നാഗരരാഷ്ട്രകാ നൃപ പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഃ പപുർന തൃപ്താ നയനൈസ്തദാനനം.
നിരീക്ഷ്യ തൗ ഉത്തമ പൂരുഷൗ. തൗ ഉത്തമ പൂരുഷൗ നിരീക്ഷ്യ. ആ രണ്ടുത്തമ പുരുഷന്മാർ, രാമകൃഷ്ണന്മാർ ഏറ്റവും ശ്രേഷ്ഠന്മാരായി, കാന്തി കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നവരായി, എല്ലാവരുടെയും അഹങ്കാരികളാണെങ്കിൽ അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള ഭാവത്തോടുകൂടി, മര്യാദക്കാരായിട്ടുള്ളവർക്കൊക്കെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ട്, അവരെയൊക്കെ ആകർഷിച്ചുകൊണ്ട്, തൗ ഉത്തമ പൂരുഷവും നിരീക്ഷ്യ ജനാഹ. എവിടെയുള്ള ജനാഹ? മഞ്ചസ്ഥിതാഹ ജനാഹ. ആ മഞ്ചങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർ, അല്ലെ, വേദികളിൽ അഥവാ ഗാലറികളിൽ ഇരിക്കുന്നവർ, യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായ ജനങ്ങൾ. അവരെങ്ങനെയൊക്കെയുള്ള, എവിടുന്നൊക്കെയുള്ള ജനങ്ങളാണ്? നാഗര രാഷ്ട്രകാഹ. നാഗരന്മാരുണ്ട്, രാഷ്ട്രകന്മാരുണ്ട്. നാഗരന്മാരെന്ന് പറഞ്ഞാല് നഗരത്തിൽ ഭവിച്ചവർ, ഈ മധുരാപുരിയിൽ തന്നെ ഉണ്ടായിരുന്നവർ, മധുരാപുരവാസികളാണ് നാഗരന്മാര്, സ്വന്തം പുരത്തിൽ തന്നെ ഉള്ളവർ. രാഷ്ട്രകന്മാരെന്ന് പറഞ്ഞാലോ പുറത്ത് രാഷ്ട്രങ്ങളിൽ വസിക്കുന്നവർ, അപ്പൊ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നവരുമാവാം. ഇവിടെയുള്ള ഈ ഇതിന്റെ നഗരത്തിന്റെ പുറത്തുള്ള രാഷ്ട്രം, ഈ എന്താ പറയുക, മധുരാപുരി കേന്ദ്രമായിരിക്കുന്ന ഭോജരാജാവിന്റെ രാഷ്ട്രം വളരെ വിപുലമായിരിക്കും. അപ്പൊ അവിടെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും, അല്ലെ, വ്രജങ്ങളിൽ നിന്നും ഒക്കെ വന്നതായിട്ടുള്ള ആൾ. ഇപ്പൊ വ്രജങ്ങളിൽ നിന്ന് വന്നവരാണ് മറ്റേ നന്ദഗോപരും മറ്റുമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ നിന്നും വന്നിട്ടുള്ളവരും മറ്റ് ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുമായിട്ടുള്ള മഞ്ചസ്ഥിതാഹ ജനാഹ എന്ത് ചെയ്തു? അവർ കണ്ടിട്ട് പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഹ, അവരുടെ ആനനങ്ങൾ, മുഖങ്ങൾ, ആ മുഖങ്ങള് എങ്ങനെ? പ്രഹർഷവേഗ ഉത്കലിത ഈക്ഷണാനനാഹ. പ്രഹർഷവേഗം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഹർഷത്തിന്റെ ശക്തി, ഹർഷത്തിന്റെ തിരതള്ളൽ. അവർക്ക് രാമകൃഷ്ണന്മാരെ കണ്ട് ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ആ സന്തോഷത്തിന്റെ തിരതള്ളൽ കൊണ്ട്, വേഗം കൊണ്ട്, ഉത്കലിത ഈക്ഷണ ആനനാഹ. ഉത്കലിതം വികസിച്ചത്, നല്ലതുപോലെ വിരിഞ്ഞത്, വികസിച്ചതായിട്ടുള്ള ഈക്ഷണം. കണ്ണും വികസിച്ചിട്ടുണ്ട്, ആനനവും വികസിച്ചിട്ടുണ്ട്. കാണുന്നവരുടെ കണ്ണുകളൊക്കെ വികസിച്ചു. അവരെല്ലാം അത്ഭുതത്തോടെ, എത്ര നോക്കിയാലും കണ്ണ് എത്ര വലുതായാലും പോരാ എന്ന് തോന്നാണ്. അങ്ങനെ കണ്ണുകളെല്ലാം വികസിപ്പിച്ചു നോക്കുന്നു, മുഖവും വികസിച്ചിരിക്കുന്നു സന്തോഷം കൊണ്ട്, ഹർഷം കൊണ്ട്. ആ ഹർഷവേഗമാണ് കണ്ണിനെയും മുഖത്തെയും വികസിപ്പിച്ചത്. പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഹ. അവരെന്ത് ചെയ്തു? നയനൈഹി തത് ആനനം പപുഹു. അവരുടെ കണ്ണുകളെ കൊണ്ട്, നയനൈഹി തത് ആനനം. ആരുടെ ആനനം? കൃഷ്ണ ആനനം. കൃഷ്ണന്റെ മുഖത്തെ, അല്ലെങ്കിൽ രാമകൃഷ്ണന്മാരുടെ മുഖത്തെ, തയോഹോ ആനനം ഇതി തദാനനം, രണ്ടുപേരുടെയും ആനനത്തെ, രാമകൃഷ്ണന്മാരുടെ മുഖത്തെ പപുഹു പാനം ചെയ്തു കുടിക്കുകയാണ് കണ്ണുകളെ കൊണ്ട്. കണ്ണുകളെ കൊണ്ട് ഇവരുടെ രൂപത്തെ, സൗന്ദര്യത്തെ എങ്ങനെ ആവഹിച്ച് കുടിക്കുകയാണ്, സ്ട്രോ കൊണ്ട് വലിച്ചു കുടിക്കും പോലെ. അങ്ങനെ പപുഹു. പക്ഷേ ന തൃപ്താഹ, എത്ര കുടിച്ചിട്ടും എത്ര കണ്ടിട്ടും ന തൃപ്താഹ, മതിയാവണില്ല. കണ്ടാൽ മതിയാവുന്നില്ല രാമകൃഷ്ണന്മാരെ. അത്രയും സുന്ദരന്മാരാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അങ്ങനെയുള്ള സുന്ദരമൂർത്തികളെ കണ്ട് കണ്ണുകൊണ്ട് പാനം ചെയ്തിട്ട് മതിയാവുന്നില്ല, അവരുടെ ദാഹം തീരുന്നില്ല. രാമകൃഷ്ണന്മാരെ കണ്ടുള്ള ദാഹം തീരുന്നില്ല. നിരീക്ഷ്യതൗ ഉത്തമ പൂരുഷൗ ജനാഃ മഞ്ജസ്ഥിതാ നാഗര രാഷ്ട്രകാ നൃപ പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഃ പപുരുന തൃപ്താ നയനൈസ്തദാനനം പിബന്ദൈവ ചക്ഷുർഭ്യാം ലിഹന്ദൈവ ജിഹ്വയാ ജിഗ്രന്ദൈവ നാസാഭ്യാം ശ്ലിഷ്യന്ദൈവ ബാഹുഭിഃ ഊചുഃ പരസ്പരം തേ വൈ യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതാ ഇവ പിബന്ദൈവ ചക്ഷുർഭ്യാം ലിഹന്ദൈവ ജിഹ്വയാ ജിഗ്രന്ദൈവ നാസാഭ്യാം ശ്ലിഷ്യന്ദൈവ ബാഹുഭിഃ ഊചുഃ പരസ്പരം തേ വൈ
യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതായിവ. അപ്പോൾ ഓരോരുത്തർക്കും ആ രാമകൃഷ്ണന്മാരുടെ രൂപത്തെ, അതിന്റെ സൗന്ദര്യത്തെ എത്ര കുടിച്ചാലും മതിയാവുന്നില്ല കണ്ണുകൾ കൊണ്ട്. അതാണ് ചക്ഷുർഭ്യാം പിബന്ധഃ ഇവ, കണ്ണുകളെ കൊണ്ട് പാനം ചെയ്യുന്നവരെ പോലെ. കണ്ണുകൾ വികസിച്ച് രാമകൃഷ്ണന്മാരെ തന്നെ നോക്കി അതിനിങ്ങനെ കണ്ണുകളെ കൊണ്ട് തന്നെ രാമകൃഷ്ണന്മാരുടെ കാന്തിയെ ആവഹിക്കുകയാണ്, കുടിക്കുകയാണ്. ചക്ഷുർഭ്യാം പിബന്ധഃ ഇവ ജിഹ്വയാ ലിഹന്ത ഇവ, അവരറിയാതെ അവരുടെ നാവ് പുറത്തേക്ക് നീട്ടുന്നുണ്ട്. എന്നിട്ട് ലിഹന്ത ഇവ, ലിഹന്ത എന്ന് പറഞ്ഞാൽ ലിഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നക്കുക എന്നാണ്. ലിഹതി, ലിഹന്ത എന്ന് പറഞ്ഞാൽ നക്കുന്നവർ എന്ന പോലെ. അപ്പോ നക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആസ്വദിക്കുക എന്നർത്ഥം. അപ്പൊ രൂപത്തിൽ മാധുര്യമുണ്ട്. ആ മാധുര്യത്തെ എങ്ങനെ ആസ്വദിക്കും? അത് നാവ് നീട്ടിയിട്ടൊക്കെ വല്ല ഹൽവ അല്ലെങ്കിൽ വല്ല ജിലേബി ഒക്കെ കാണും പോലെ, അല്ലെങ്കിൽ പായസം കാണുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ നാവ് പുറത്തേക്ക് വരിക, നാവിൽ വെള്ളമുണ്ടാവുക, നക്കാൻ തോന്നുക, അതുപോലെ അവർക്ക് നാവ് കൊണ്ട് ഭഗവാന്റെ രൂപത്തെ അവര് നക്കി കുടിക്കുന്നുവോ എന്ന് തോന്നും. അറിയാതെ അവരുടെ നാവ് പല ആക്ഷനും കാണിക്കുന്നുണ്ട് പുറത്തു വന്നിട്ട്. അതാണ് ലിഹന്തൈവ ജിഹ്വയാം ജിഗ്രന്ഥൈവ നാസാഭ്യാം, നാസാഭ്യാം ജിഗ്രന്ഥൈവ, മൂക്കുകൊണ്ട് നല്ലോണം ഗ്രാണിക്കുകയാണ് ആ രാമകൃഷ്ണന്മാരുടെ സൗരഭ്യം. എന്തൊരു മണമാണ് അവർക്ക്, എത്ര നല്ല സുഗന്ധമാണ് എന്ന ഭാവത്തില് മൂക്കുകൊണ്ട് ആസ്വദിക്കുന്നു. അപ്പൊ ഓരോ ഇന്ദ്രിയങ്ങളും രാമകൃഷ്ണന്മാരെ ആസ്വദിക്കുന്നു എന്ന് പറയണം ഇവിടെ. കണ്ണുകൾ കുടിക്കുന്നു അല്ലേ, നാവ് കൊണ്ട് രുചിക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു. ജിഗ്രന്ഥൈവ നാസാഭ്യാം ശ്ലിഷ്യന്തൈവ ബാഹുഭിഹി, ബാഹുഭിഹി അവരുടെ കൈകളെ കൊണ്ട് ശ്ലിഷ്യന്ത ഇവ, ഓരോരുത്തരും ആശ്ലേഷിക്കുന്നത് പോലെയൊക്കെ ഭാവിക്കുന്നു. രാമകൃഷ്ണന്മാരെ മാറോട് ചേർത്ത് അണയ്ക്കുന്നത് പോലെ അവർ ഭാവിക്കുകയാണ്, അവിടെ ഭാവനയിലാണ്. അപ്പോൾ സൃഷ്യന്ത ഇവ ബാഹുബിഹി, അപ്പൊ ഇങ്ങനെ ഓരോരോ ഭാവങ്ങൾ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഹർഷത്തെയും പ്രേമത്തെയും ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. രാമകൃഷ്ണന്മാരുടെ രൂപ സൗന്ദര്യത്തിലുള്ള ആ ഒരു വിസ്മയം, അതിലുള്ള കൊതി, അതെല്ലാം പ്രകടിപ്പിക്കുകയാണ്. ഊജുഃ പരസ്പരം തേ വൈ യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതായിവ. അപ്പൊ തേവൈ ഊജുഹു, അവര് പറയുകയും ചെയ്തു. എന്താ? അപ്പൊ നാവ് കൊണ്ട് അവർ പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? യഥാദൃഷ്ടം യഥാശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതാഹ പരസ്പരം ഊജുഹു. അവർ തമ്മിൽ പറയണ ഈ രാമകൃഷ്ണന്മാരെ കുറിച്ച്. എന്താ? യഥാദൃഷ്ടം, അവര് എങ്ങനെയൊക്കെ രാമകൃഷ്ണന്മാരെ കണ്ടുവോ, എന്തെല്ലാം ചെയ്യുന്നത് കണ്ടുവോ, അവരുടെ രൂപത്തെ കണ്ടുവോ, കണ്ടതും യഥാശ്രുതം കേട്ടതും, എപ്രകാരം കേട്ടിട്ടുണ്ടോ രാമകൃഷ്ണന്മാരുടെ ലീലകളെ കുറിച്ച്. രാമകൃഷ്ണന്മാർ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടിൽ പാട്ടുണ്ട്, അവർ ചെയ്ത ലീലകളൊക്കെ. അപ്പൊ ആ കാര്യങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട്, അതാണ് സ്മാരിതാഹ എന്ന് പറയുന്നത്. എന്തൊക്കെ? തദ്രൂപ ഗുണ മാധുര്യ പ്രാഗൽഭ്യ സ്മാരിതാഹ. ഭഗവാന്മാരുടെ രണ്ടുപേരുടെയും രൂപങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടതും ഇപ്പതാ നേരിൽ കണ്ടതുമായിട്ടുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ഗുണങ്ങൾ, ഇവരുടെ ഗുണങ്ങളെ കുറിച്ച് കേട്ടറിവുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നു. മാധുര്യം, ഇവരുടെ ആ മൃദുവായ മധുരമായിട്ടുള്ള ഭാവങ്ങൾ, അവരുടെ ഓരോ ചേഷ്ടകൾ, പ്രകടനങ്ങൾ, ഇതെല്ലാം കണ്ടതും കേട്ടതുമായിട്ടുള്ളത്. പ്രാഗൽഭ്യം, അവരുടെ ഓരോ കാര്യങ്ങളിലുള്ള സാമർഥ്യം, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള സാമർഥ്യം, ഏത് കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പ്രാഗൽഭ്യം. അപ്പൊ എല്ലാ കാര്യത്തിലും ഇവര് മിടുക്കന്മാരാണ് എന്ന് സ്മാരിതാഹ, ഓർമ്മിക്കപ്പെട്ടവരായിട്ട് ഭഗവാനെ മുമ്പിൽ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ഓർമ്മകളൊക്കെ തള്ളി വരികയാണ്. ഒക്കെ കേട്ടതൊക്കെ ശരിയാണ്
ഇപ്പൊ നമ്മൾ കാണുകയും ചെയ്യുന്നു. രണ്ടും കൂടി കൂട്ടി വായിക്കുകയാണ്. രണ്ടും കേട്ടതും കണ്ടതും ഇവരുടെ മാഹാത്മ്യം തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പരസ്പരം ഊചുഹു, അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ്. നീ രാമകൃഷ്ണന്മാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ഗോകുലത്തിലൊക്കെ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ തമ്മിൽ തമ്മിൽ പറയുന്ന വാക്യങ്ങൾ നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരം 6:30 ശേഷം കാണാം. 23-ാം ശ്ലോകം മുതൽക്ക് നോക്കാം. 40 ശ്ലോകങ്ങളാണുള്ള മുഴുപ്പിക്കും. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. വൈകുന്നേരം നമുക്ക് 6:30 ശേഷം ക്ലാസ്സിലാണ്.